റിസർച്ച് മെത്തഡോളജിയിലെ തീസിസ് റൈറ്റിംഗിന്റെ ഭാഗമായിട്ടുള്ള 3 ടേമുകളാണ് ഗ്ലോസറി, ഇൻഡെക്സ്, അപ്പൻഡിക്സ് എന്നൊക്കെയുള്ള പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ. ഇത് റിസർച്ച് എത്തിക്സിന്റെ ഭാഗമായിട്ടും അല്ലാണ്ടും പറയപ്പെടുന്നുണ്ട്. ഏതായാലും കൺക്ലൂഡിംഗ് ഓപ്പറേഷനിൽ തീസിസ് റൈറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ 3 ടേമുകളും പരിചയപ്പെടുന്നത്. അപ്പം 3 ടേമുകളും അതിൻ്റെ ഡെഫിനിഷനും പറയാം, എന്നിട്ട് അതിൻ്റെ ബാക്കി അഡീഷണൽ പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്ലോസറി. ഗ്ലോസറി നമ്മളുടെ നിഘണ്ടുവിൻ്റെ അഥവാ ഡിക്ഷണറീൻ്റെ മറ്റൊരു ടേമാണ്. പക്ഷേ ഡിക്ഷണറി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാതരം സബ്ജക്റ്റും എല്ലാതരം വേർഡ്സും കൂടിയിട്ടുള്ളതാണ്. പക്ഷേ ഗ്ലോസറി എന്ന് പറഞ്ഞാൽ നമ്മുടെ തീസിസിലുള്ള വാക്കുകളുടെ ആൽഫബറ്റിക് ഓർഡറിലുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മീനിങ് വെക്കുന്നത് കുട്ടി നിഘണ്ടുവിനെയാണ് ഗ്ലോസറി എന്ന് പറയാം. അപ്പോൾ ഡെഫിനിഷൻ വായിക്കാം. ഗ്ലോസറി an alphabetical list of words relating to a specific subject, text with explanation, a brief dictionary. ഓക്കെ, അത് നമ്മൾ സ്പെസിഫിക് സബ്ജക്റ്റിലുള്ള കുറേ ടെക്സ്റ്റുകളും വേർഡ്സും അല്ലെങ്കിൽ ഒരു വാക്ക് മാത്രമല്ല, ചിലപ്പം ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ ഒരു കൊട്ടേഷനോ ഒക്കെ ഉണ്ടാകും നമ്മുടെ തീസിസിൽ അർത്ഥം മനസ്സിലാവാത്തത്. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുടെയും ആൽഫബറ്റിക് ഓർഡറിലുള്ള ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മീനിങ് കൊടുക്കുന്ന ഒരു ബ്രീഫ് ഡിക്ഷണറിയാണ് ഗ്ലോസറി എന്ന് പറയുന്നത്. ദ ആൽഫബറ്റിക്കൽ ലിസ്റ്റിംഗ് ഓഫ് ഡിഫിക്കൽട്ട് വേർഡ് ഇൻ ദ ബാക്ക് ഓഫ് എ ബുക്ക്. അതൊരു അഡീഷണൽ ഡെഫിനിഷൻ പറഞ്ഞാണ്. അതായത് ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഏത് തീസിനകത്തുള്ള ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ് വെക്കുന്ന പാർട്ടാണ് എന്നുള്ളത്. ആൻഡ് ഈ ഗ്ലോസറി എന്ന് പറയുന്നത് എപ്പോഴും തീസിസിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഉണ്ടാവുക. ആൻഡ് നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്. Index is an alphabetical list of name, subject, etc. with reference to the page on which they are mentioned. ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മളെ തലക്കെട്ടുകൾ, അതല്ലെങ്കിൽ ആ പേജുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകം സബ്ജക്റ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കുറേ വേർഡ്സുകൾ, അതിൻ്റെയൊക്കെ പേജ് നമ്പർ അടക്കം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റിനെയാണ് ഇൻഡെക്സ് എന്ന് പറയുക. ഇത് സാധാരണഗതിയിൽ നമുക്ക് മുന്നിലും പുറകിലും ഓരോ പുസ്തകത്തിന് കാണാൻ പറ്റും. യൂഷ്വലി ഈ ഗ്ലോസറി, ഇൻഡെക്സ്, അപ്പൻഡിക്സ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തീസിസിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് തീസിസിൽ റിസർച്ച് മെത്തഡോളജിയിൽ വെക്കുക. അതല്ലെങ്കിലും ഒരു പുസ്തകമായിട്ട് പ്രിൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തീസിസ് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പേജിൽ ഇൻഡെക്സ് വെക്കാറുണ്ട് ചിലർ. അത് ഓരോ മെത്തേഡിൽ ഓരോ തരത്തിലാണ് ഉണ്ടാവല്. കാരണം നമുക്ക് റിസർച്ചിൽ അമേരിക്കൻ സ്റ്റൈലിൽ, ബ്രിട്ടീഷ് സ്റ്റൈലിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല തരത്തിലുള്ള റൈറ്റിംഗ് മെത്തേഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ മെത്തേഡിലും അവർ ഓരോ തരത്തിൽ അത് ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി നമുക്കൊരു കാര്യം പറയാം. നമ്മൾ ഏത് പുസ്തകം എടുത്താലും അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടൻ്റ് ആണ് ഈ ബുക്കിലുള്ളത് എന്നുള്ള പേജ് നമ്പർ അടക്കം ഒരു ലിസ്റ്റ് കാണില്ലേ. സാധാരണ നമ്മളെ നോട്ട്ബുക്കിൻ്റെ പുറത്ത് ഇൻഡെക്സ് എന്നുള്ള മറ്റ് നമ്മൾ എഴുതി വെക്കുന്ന അല്ലെങ്കിൽ റെക്കോർഡിൽ നമ്മൾ എഴുതി വെക്കും ഇൻഡെക്സ് എന്നിട്ട് ഇന്ന് റെക്കോർഡ് പേജിൽ ഇന്ന സാധനമാണുള്ളത്. ആ ഒരു സിസ്റ്റത്തിന് അതന്നെയാണ് സംഭവം. ഇൻഡെക്സ് എന്ന് പറയുന്നത് അതന്നെയാണ്. പറയുമ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. തീരെ ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ആൻഡ് അതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. തീസിസിനെ സംബന്ധിച്ച് ഗ്ലോസറി, ഇൻഡെക്സ്, അപ്പൻഡിക്സ് ഇത് മൂന്നും ലാസ്റ്റ് പാർട്ടിലാണ് നമ്മൾ ആഡ് ചെയ്യാറുള്ളത്. മുന്നിൽ വെച്ചുവിടാന്നല്ല, വെക്കുന്നവരുണ്ട്. പുസ്തകത്തിനെല്ലാം ഫസ്റ്റ് പാർട്ടിലാണ് ഇൻഡെക്സ് ഉണ്ടാവാറ്. ആൻഡ് നെക്സ്റ്റ് വേർഡ് അപ്പൻഡിക്സ് ആണ്. അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ആസ് സെക്ഷൻ ഓഫ് ടേബിൾ ഓഫ് സബ്സിഡറി മാറ്റർ അറ്റ് ദ എൻഡ് ഓഫ് ബുക്ക് ഓർ ഡോക്യുമെൻറ്റ്. അതായത് നമ്മൾ തീസിസ് എഴുതുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മളുടെ തീസിസിൻ്റെ ഭാഗമായിട്ടുള്ള എന്നാൽ അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാത്ത അഡീഷണൽ ഇൻഫർമേഷൻസ്, ടേബിൾസ്, ചാർട്ട്സ്, ഫോട്ടോഗ്രാഫ്സ് അങ്ങനെയുള്ള എല്ലാം കൂടിയിട്ടുള്ള അത് എവിറ്റബിൾ ആണോ ചോദിച്ചാൽ ആണ്, ഇന്നെവിറ്റബിൾ ആണോ ചോദിച്ചാൽ അല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലേ. അതായത് നമുക്കിത് വേണോ ചോദിച്ചാൽ നിർബന്ധമില്ല, പക്ഷെ ഒഴിവാക്കണോ ചോദിച്ചാൽ ഒഴിവാക്കിയാൽ ചിലപ്പോൾ ചില സ്ഥലത്ത് ക്ലാരിറ്റിക്ക് കുറവുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അത്തരത്തിൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ വേണം താനും, വേണ്ടേന്ന് ചോദിച്ചാൽ വേണ്ട താനും, അങ്ങനെ രണ്ടിലും നിൽക്കുന്ന പോലത്തെ സാധനങ്ങളെ ഉൾപ്പെടുത്തുന്നത്. അതായത് ചിലപ്പോൾ വല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ആയിരിക്കും. നമ്മളൊരു ചാർട്ട് എടുത്തു, നമ്മൾ അനലൈസ് ചെയ്തു, അതിൻ്റെ കൺക്ലൂഡിങ് ആയിട്ടുള്ള ഡാറ്റാസ് മാത്രം കൊടുത്താൽ മതി നമ്മളെ തീസിസ് വർക്കാവാൻ. പക്ഷേങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എടുത്ത ടേബിള് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കൂടി തീസിസിൻ്റെ കൂടെ വെച്ചാൽ കൂടുതൽ ക്ലാരിറ്റി ആയി. കാരണം ഈ അനാലിറ്റിക്കൽ ഡാറ്റാസൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയായി. പക്ഷെ അതില്ലെങ്കിലും തീസിസ് ആയിട്ട് വർക്കാവും. അതൊരെണ്ണം. അതല്ലെങ്കിൽ ചാർട്ടുകൾ.
നമ്മളെന്തെങ്കിലും ഫോളോ ചെയ്ത ചാർട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മാപ്പിൻ്റെ ഭാഗം പോലത്തെ ചാർട്ടുകൾ അല്ലെങ്കിൽ മാപ്പ് തന്നെയും മാപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഹാരപ്പൻ ഹിസ്റ്ററിനെ കുറിച്ച് എഴുതുന്നു. അപ്പോൾ ഹാരപ്പയിലെ സെറ്റിൽമെൻറ്റ് ഏരിയാസ് അല്ലെങ്കിൽ നമുക്ക് ഈ എവിഡൻസ് കിട്ടിയ പോയിന്റ്സ് ഹരപ്പ മോഹൻജാദാരോ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള മാപ്പുകൾ അങ്ങനെയുള്ളതൊക്കെ അതിൻ്റെ കൂടെ വെച്ചിട്ടില്ലെങ്കിലും തീസിസ് ആയിട്ട് വർക്കാവും. പക്ഷെ വെച്ച കൂടുതൽ ക്ലാരിറ്റി അങ്ങനെയുള്ള സാധനങ്ങൾ. അതല്ലെങ്കിൽ നമ്മൾ ഫോട്ടോഗ്രാഫ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നമുക്ക് തീസിസിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ എഴുതിപ്പോകുന്ന റൈറ്റിംഗ് വർക്കിൽ നമുക്കൊരിക്കലും ഈ ഫോട്ടോഗ്രാഫ്സ് ഒന്നും ഇടയിൽ കുത്തിക്കയറ്റാൻ പറ്റില്ല. അപ്പോൾ ആ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് പേജിൻ്റെ അല്ലെങ്കിൽ തീസിസിൻ്റെ ലാസ്റ്റ് നമ്മൾ ഓരോ പേജായിട്ടോ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിട്ടും അങ്ങനെയെല്ലാം നമ്മൾ അവിടെ ജോയിൻ ചെയ്ത് വെക്കും. നമ്മൾ പുസ്തകങ്ങൾ എടുക്കുമ്പോൾ ചില ഇതിൽ കാണാം അപ്പൻഡിക്സ് ഫോട്ടോഗ്രാഫ് നമ്പർ 1.2 2.3 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഒരു ഹെഡിങ്ങിന് കീഴിലുള്ള 1-2 ഫോട്ടോഗ്രാഫ്സ് അത് ഹെഡിങ്ങിൻ്റെ 1 എന്ന് കൊടുത്തിട്ട് 1 2 3 അപ്പോൾ സബ് പോയിന്റ് ആയിട്ട് 1 2 3 1.1 1.2 എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ഫോട്ടോഗ്രാഫ്സ് ആഡ് ചെയ്യും. അടുത്ത ചാപ്റ്ററിൻ്റെതെന്ന് പറഞ്ഞിട്ട് അപ്പം ചാപ്റ്റർ വൈസ് ലിസ്റ്റ് ആക്കിയിട്ടോ അങ്ങനെ അല്ലാണ്ടോ ഏത് തരത്തിലും നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള നമ്മളെ കയ്യിലുള്ള ഫോട്ടോഗ്രാഫ്സും ഡാറ്റാസും ഒക്കെ നമുക്ക് ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ചേർത്ത് വെക്കാം. അപ്പം ഈ അപ്പൻഡിക്സ് നോക്കിയാൽ നമുക്ക് ഒരുപാട് അഡീഷണൽ ഡാറ്റാസ് കിട്ടും. പക്ഷേ അത് നമ്മളെ തീസിസിന് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല. പക്ഷേ കിട്ടിയ കൂടുതൽ ക്ലാരിറ്റിയായി. അങ്ങനെയുള്ള എത്ര വേണമെങ്കിൽ നമുക്ക് തീസിസിൻ്റെ കൂടെ ആഡ് ചെയ്യാം. യൂഷ്വലി പക്ഷേങ്കിൽ ഈ റിസർച്ചിനൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന തീസിസിലും അല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ ഉണ്ടാവില്ലേ, നമ്മൾ കോളേജിൽ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ, അതിനെല്ലാം നമ്മൾ കുറച്ച് അത്യാവശ്യമുള്ളത് നോക്കിയിട്ട് ഒരു പേജിന് ഒരെണ്ണമൊക്കെ വെച്ചിട്ട് 2-3 പേജ് അത്രയൊക്കെ നമ്മൾ കൊടുക്കാറുള്ളൂ. പക്ഷേങ്കിൽ നമ്മളൊരു റിസർച്ച് വർക്കൊക്കെ കണ്ടാൽ, വലിയ പബ്ലിഷ്ഡ് റിസർച്ച് വർക്കുകൾ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു വലിയ ഹിസ്റ്റോറിയൻ്റെ തിയറി ഫോർമേഷൻ എന്നുള്ളൊരു ഐഡിയയിൽ അവരിറക്കിയ പുസ്തകങ്ങൾ കണ്ടാൽ അതിൽ ഒരുപാട് അപ്പൻഡിക്സ് പേജുകൾ തന്നെ ചിലപ്പോൾ കുറേ പേജിൽ ഇതിൻ്റെ അഡീഷണൽ ഡാറ്റാസൊക്കെ നമുക്ക് വെച്ച ഒരു ഏരിയാസൊക്കെ കാണാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ ലൈബ്രറി പോയിട്ട് ഒരു ബുക്ക് പറ്റുമെങ്കിൽ റിസർച്ച് വർക്ക് തന്നെ അല്ലെങ്കിൽ ടെക്സ്റ്റ് വർക്കുകളിൽ ഉണ്ടാവില്ല എന്നല്ല, ചിലതിൽ ഇതെല്ലാം ഉണ്ടാവുള്ളൂ. പക്ഷേ റിസർച്ച് വർക്ക് എടുത്താൽ മിക്കവാറും മിക്കവാറും പാർട്ടുകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് റിസർച്ച് വർക്കുകൾ എന്ന് പറഞ്ഞത്. അതല്ലെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പുസ്തകം എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡെല്ലാം ഒന്ന് നോക്കിയാൽ ഈ ഫ്രണ്ടിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് ബാക്കിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയൊക്കെ കിട്ടും. അതിൽ ഈ പറയുന്ന ഗ്ലോസറിയും ഇൻഡെക്സും അപ്പൻഡിക്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം എന്താ ധാരണ കിട്ടും. എന്നിട്ട് ഈ ഡെഫിനിഷനും കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിത്തുടങ്ങും. അതാണ് ആദ്യം വേണ്ടത്. അതെൻ്റെ ഒരു സജഷനാണ്. ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം. ഇനി അതില്ലെങ്കിലും ഇതിലുള്ള ഇംഗ്ലീഷ് ഡെഫിനിഷനും മലയാളം ക്ലാരിഫിക്കേഷനും ഒക്കെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഇൻ കേസ് ബുക്ക് നോക്കുമ്പോൾ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ 3 വേർഡ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും വേർഡ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഇബിഡ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് കാണും. ആ ഇബിഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ റിസർച്ച് എത്തിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ഒരു ടേമാണ്. അതും എൻ്റെ നോട്ടും പ്ലാജറീസ് ഒഴിവാക്കേണ്ടതെന്നെല്ലാം മറ്റുള്ള അത്യാവശ്യം നല്ല വിശദമായിട്ടുള്ള നല്ല അടിപൊളി വീഡിയോ നമ്മളെ ചാനൽ വേറെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ബാക്കി പറയാത്തത്. കാരണം ഈ ഗ്ലോസറി ഇൻഡെക്സ് അപ്പൻഡിക്സ് എന്നൊക്കെ പറയുന്നത് കൺക്ലൂഡിങ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ ഈ റിസർച്ച് എത്തിക്സിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ പറയല്. അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നത്. അല്ലാണ്ട് റിസർച്ച് എത്തിക്സിൻ്റെ ഭാഗമാണോ ചോദിച്ചാൽ ആണ്, അല്ലെങ്കിൽ ചോദിച്ചാൽ അല്ല. എന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരാളുടെ അടുത്ത് നിന്ന് കോപ്പി ചെയ്ത് എടുക്കരുത് എന്നുള്ള അർത്ഥത്തിലുള്ള റിസർച്ച് എത്തിക്സിൻ്റെ ഭാഗമല്ല. പക്ഷേ നമ്മളെ റീഡേഴ്സിന് നല്ലൊരു ഐഡിയ പ്രൊവൈഡ് ചെയ്യണം എന്ന തരത്തിലുള്ളൊരു റിസർച്ച് എത്തിക്സിൻ്റെ ഭാഗമാണ്. അതായത് റിസർച്ച് എത്തിക്സിന് 2 സെൻസ് കൊടുക്കാൻ പറ്റും. ആ സെൻസിൽ ഒരു സെൻസിൻ്റെ ഭാഗമാണ് ഈ ഗ്ലോസറി ഇൻഡെക്സ് അപ്പൻഡിക്സ് എന്നൊക്കെ പറയുന്നത്. മറ്റൊരു സെൻസിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു തിൻ ലൈനിൽ വരുന്നതാണ്. നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് അടിച്ചു കയറി പറയുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കുറവോ കൂടുതൽ ഡാറ്റ അറിയണം തോന്നുക അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. സംശയം ചോദിച്ചാൽ അത് ക്ലിയർ ആക്കി തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.